Dear students, നമ്മൾ ഇന്ന് നടന്ന എക്സാമിനേഷൻ്റെ കെമിസ്ട്രി പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഹൗ മച്ച് പോർഷൻ ഓഫ് an atom located at the corner and the body center of cubic unit cell is a part of its neighboring unit cell റെസ്പെക്റ്റീവ്ലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കോർണറിലും അതുപോലെ തന്നെ ബോഡി സെൻറ്ററിലും വരുന്ന പാർട്ടിക്കിൾസിനെ എത്ര നെയ്ബേഴ്സ് ഷെയർ ചെയ്യുന്നു എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കോർണറിൻ്റെ കേസിലാണെങ്കിൽ കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ എപ്പോഴും എത്രയായിരിക്കും? കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓൾവേസ് 1/8 ആയിരിക്കും, റൈറ്റ് അല്ലേ? കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 1/8 ആയിരിക്കും, 1/8. പക്ഷേ ബോഡി സെൻറ്ററിൻ്റെ കോൺട്രിബ്യൂഷൻ 1 ആണ്, പക്ഷേ അതിന് അതർ യൂണിറ്റ് സെൽസ് ഷെയർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഹൗ മച്ച് പോർഷൻ ഓഫ് ആറ്റം ലൊക്കേറ്റഡ് ദ കോർണർ ആൻഡ് ദ ബോഡി സെൻറ്റർ ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ ഈസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് നെയ്ബറിംഗ് യൂണിറ്റ് സെൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് കോർണറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1/8 ആണ്, ശരിയല്ലേ? 1/8 പോർഷന് അതർ യൂണിറ്റ് സെൽസ് ഷെയർ ചെയ്യും അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് എന്താണ്? ബോഡി സെൻറ്ററിന് വേറെ ആർക്കും ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ആൻസർ എന്ന് പറയാം സി 1/8 ആൻഡ് 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് പറയുന്ന 6 gram of urea was dissolved in 500 grams of water. The percentage by mass of urea in the solution is. അപ്പോൾ നമുക്കറിയാം mass percentage is equal to mass of that substance, that is mass of urea divided by total mass. It is dissolved in 500 grams of water. 500 grams of water in total mass is equal to mass of water plus mass of urea, right? Okay, into 100. Mass of that substance divided by total volume of the solution into 100 ആണ്. സോ അങ്ങനെ നമുക്ക് എടുക്കുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ 1.186% എന്ന് കിട്ടും. 1.186% എന്ന് കിട്ടും. ആൻസർ നമുക്ക് എന്ത് കൊടുക്കാം? ബി കൊടുക്കാം. കറക്റ്റ് അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫോർ വിച്ച് കേസ് ലാംഡ വാല്യൂ വേഴ്സസ് റൂട്ട് സി ഷോസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമുക്കറിയാം ഡിബൈ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ്റെ ആപ്ലിക്കേഷനാണ് അല്ലേ? ലാംഡ എം ഇൻഫിനിറ്റി അല്ലേ? ഓ ലാംഡ എം 0 മൈനസ് എ റൂട്ട് സി എന്ന് പറയുന്ന ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫ് നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം y ഈക്വൽ ടു എം ഇൻറ്റു എന്താണ് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഗ്രാഫാണ്. അപ്പോൾ അത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഈ പറഞ്ഞ ഡിബൈ ഹക്കൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒൺലി ഇൻ ദ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്താണ് എ മാത്രമേ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണ് അല്ലേ? HCOH, CH3NH2, CH3COH എല്ലാം തന്നെ വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. KCl എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണ്. സോ ദിസ് ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഇൻ ദ കേസ് ഓഫ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് KCl. KCl ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. യെസ്. ഇനി for a general chemical change 2A giving 3B products, the rate of decomposition of A is R1 and that of B2 is R2. The rate R1 and R2 related as. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കെമിക്കൽ കൈനറ്റിക്സുമായിട്ട് കണക്റ്റഡ് ആണ്. റേറ്റ് ചുമ്മാ ഒന്ന് എഴുതി നോക്കിയാൽ മതി. റേറ്റ് ഓഫ് എ എന്ന് വെച്ചാൽ -1/2 ഇൻറ്റു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ, റൈറ്റ്, ഈസ് ഈക്വൽ ടു -1/3 ഇൻറ്റു d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ബി. The rate of decomposition of A is R1, that of B is R2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ d/dt ഓഫ് എയുടെ വാല്യൂ എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്? R1. ദാറ്റ് ഈസ് 1/2 R1 ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് എ ഈസ് R1 എന്നാണ്. സോ -d/dt ഓഫ് എ ഈസ് ഈക്വൽ ടു R1 -d/dt ഓഫ് ബി ഈസ് ഈക്വൽ ടു R2. സോ 1/3 ഇൻറ്റു R2, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 3R1 is equal to 2R2 എന്ന് എഴുതാം. 3R1 is equal to R2 എന്ന് എഴുതാം. ഓപ്ഷൻ എ കൊടുക്കാം. എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, റേറ്റ് ഓഫ് R1 ആൻഡ് R2 ആർ റിലേറ്റഡ് ആസ്. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ചുമ്മാ റേറ്റ് എക്സ്പ്രഷൻ എഴുതുക. അതിനുശേഷം ഓരോന്നിൻ്റെയും റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ -d/dt ഓഫ് എ തന്നിട്ടുണ്ട്, -d/dt ഓഫ് ബി തന്നിട്ടുണ്ട്. ഓക്കെ, വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസറായി. ശരിയല്ലേ? 3R1 is equal to 2R2.
ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5, സിങ്ക് ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ, നമുക്ക് സിങ്കിന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല മെത്തേഡ് ഏതെന്നാണ്? ദ കാർബൺ റിഡക്ഷൻ ഓഫ് സിങ്ക് ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് റിഡക്ഷൻ ഓഫ് സിങ്ക് ഓക്സൈഡ്, ഹൈഡ്രജൻ റിഡക്ഷൻ ഓഫ് സിങ്ക് ഓക്സൈഡ്, കോപ്പർ റിഡക്ഷൻ ഓഫ് സിങ്ക് ഓക്സൈഡ്. നമുക്കറിയാം ഓക്സൈഡ് ഫോമിലാണ്, ഡെഫിനറ്റായിട്ട് എന്ത് യൂസ് ചെയ്യാം? നമുക്ക് കാർബൺ യൂസ് ചെയ്യാം. കാർബൺ റിഡക്ഷൻ ഓഫ് സിങ്ക് ഓക്സൈഡ് തന്നെ കൊടുക്കാൻ പറ്റും. സിങ്ക് ഈസ് എക്സ്ട്രാക്റ്റഡ് ബൈ ദ കാർബൺ റിഡക്ഷൻ ഓഫ് സിങ്ക് ഓക്സൈഡ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. അടുത്ത് പറഞ്ഞിരിക്കുന്ന 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻറ്റിമണി, അല്ലേ? നൈട്രജന്, ഫോസ്ഫറസ്, ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മിത്ത്. ശരിയല്ലേ? ആഴ്സനിക്, ആൻറ്റിമണി, ബിസ്മിത്ത്. അപ്പോൾ ആൻറ്റിമണി എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഔട്ടർ ഷെല്ലിൽ എഫ് ഓർബിറ്റിൽ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്താൽ മതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ നൈട്രജൻ ഫാമിലിയാണ്, NS2 NB3 ആണ്. സോ ഡെഫിനറ്റ് ഓപ്ഷൻ 3 ആണ് വരുന്നത്. ക്രിപ്റ്റോൺ 4d10 5s2 5p3 വരും. ശരിയല്ലേ? 4d10 ക്രിപ്റ്റൺ 4d10 5s2 5p3 ആണ് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഓപ്ഷൻ സി വരും. Mn7+ ഇൻവോൾവ് 2 and 5 ഇലക്ട്രോൺസ് ഓഫ്, അതായത് Mn7+ എന്ന് പറയുന്ന എന്താണ്, ഒരു അയോൺ ഫോം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ അയണിൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസുകൾ എവിടെ നിന്നുള്ള ഇലക്ട്രോൺസ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മാംഗനീസിൻ്റെ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് 3d5 4s2 ആണ് അതിൻ്റെ എന്താണ് നമ്മൾ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റ്. 3d5 4s2 ആണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം Mn+7 എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 7 ഇലക്ട്രോൺസും പോകും. സോ ഇലക്ട്രോൺസ് പോകുന്ന എവിടെ നിന്നാണ്? 3dയിൽ നിന്നും 4sൽ നിന്നാണ്. ഓപ്ഷൻ എന്ത് കൊടുക്കാം? ബി കൊടുക്കാം. 3d and 4s. 7 ഇലക്ട്രോൺസ് പോകുന്നു, അത് 3dയിൽ നിന്നും 4sൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, ഹൗ മെനി ഹൈഡ്രേറ്റ് ഐസോമേഴ്സ് ആർ പോസിബിൾ വിത്ത് ദ ഫോമുല CrCl3.6H2O. അപ്പോൾ ഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സോൾവേറ്റ് ഐസോമേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ക്രോമിയം H2O 6 ടൈംസ്. ക്രോമിയത്തിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ്, കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ CrH2O 6 ടൈംസ് കൊടുക്കാം. ഇവിടെ എന്ത് കൊടുക്കാം? നമുക്ക് Cl3 കൊടുക്കാം. റൈറ്റ്, Cl3 നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഇതാണ് ഇതിൻ്റെ അടുത്ത ഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് CrH2O. എത്ര ടൈംസ്? CrH2O 5 ടൈംസ്. ഇവിടെ ഒരു Cl വന്നു, ബാക്കി എന്താണ്? Cl2.1H2O. അടുത്ത ഐസോമർ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു വാട്ടർ മോളിക്യൂൾ പുറത്തേക്ക് വന്നു, CrH2O 4 ടൈംസ് Cl2, Cl.2H2O. ശരിയല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഹെക്സ അക്വ ക്രോമിയം 3 ക്ലോറൈഡ് ആണ്. ആൻഡ് ദിസ് ഈസ് പെൻഡ അക്വ എന്താണ് പെൻഡ അക്വ ക്ലോറിഡോ ക്രോമിയം 3 ക്ലോറൈഡ് മോണോഹൈഡ്രേറ്റ് ആണ്. ഇതാണെങ്കിലോ ഇതെന്ന് പറയുന്നത് ടെട്ര അക്വ ഡൈക്ലോറിഡോ ക്രോമിയം 3 ക്ലോറൈഡ് ഡൈഹൈഡ്രേറ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഐസോമേഴ്സ്. എത്രയേ വരത്തുള്ളൂ? 3 ഐസോമേഴ്സാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. 3 ഐസോമേഴ്സ് ആർ പോസിബിൾ. 3 ഐസോമേഴ്സ് ഇവിടെ പോസിബിൾ ആയിട്ട് വരും. 3 ഐസോമേഴ്സ് ആർ പോസിബിൾ ഇൻ ദിസ് കേസ്. ശരിയല്ലേ? അപ്പോൾ അത് ഓർത്ത് വെക്കുക. ആൻസർ 3 വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9, ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ സ്റ്റേബിൾ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എന്താണ്? ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനാണ്. റിയാക്ട് വിത്ത് HBr ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്. പെറോക്സൈഡ് കാണുമ്പോൾ തന്നെ അറിയാം എന്താണത്? ആൻറ്റി മാർക്കോസ് നിക്കോസ് റൂൾ. നിക്കോസ് റൂളാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെ ഫ്രീ റാഡിക്കലാണ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്. പെറോക്സൈഡിൻ്റെ പ്രസൻസിൽ ഫ്രീ റാഡിക്കലും Br ഫ്രീ റാഡിക്കലും ഉണ്ടാകും. അത് ഈ അൺസിമെട്രിക്കൽ ആൽക്കീനിൽ കയറി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം ഗോസ് ടു ദാറ്റ് കാർബൺ ആറ്റം വിച്ച് കണ്ടെയ്ൻസ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിയേജൻ്റ് ഒന്ന് എഴുതാം. ഇവിടെ CH3 സിംഗിൾ ബോണ്ട് C, ഇവിടെ ഒരു CH3 ഡബിൾ ബോണ്ട് CH2 പ്ലസ് ആര് കൊടുക്കാം? ഇവിടെ ഒരു Br മൈനസ് ആണ് ആദ്യം വരുന്നത്. Br മൈനസ് അല്ല, Br റാഡിക്കൽ വരും. അത് ഇവിടെ ഹോമോളിസിസ് നടക്കും. ഇവിടെ ഹോമോളിസിസ് നടക്കുമ്പോൾ ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ? ഹോമോളിസിസ് വരുന്ന സമയത്ത് ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ആ ഇലക്ട്രോണുമായിട്ട് ആര് കമ്പൈൻ ചെയ്യും? നമ്മുടെ ആര് കമ്പൈൻ ചെയ്യും? ഈ പറഞ്ഞ Br റാഡിക്കൽ കമ്പൈൻ ചെയ്യും. സോ ദ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് CH3 എന്തുവരും? C, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു റാഡിക്കൽ ഉണ്ട് അല്ലേ, ഒരു ഇലക്ട്രോൺ ഉണ്ട്, പിന്നെ ഇവിടെ എന്തുണ്ട്? CH2Br. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതാം. ശരിയല്ലേ? ഇതിലേക്ക് വീണ്ടും അടുത്ത് H റാഡിക്കൽ വന്ന് ഫ്രീ റാഡിക്കൽ വന്ന് ഇവിടെ കയറി അറ്റാക്ക് ചെയ്യും. സോ ദ പ്രൊഡക്റ്റ് ഫോംഡ് ഈസ് ഇതെന്ന് പറയുമ്പോൾ CH3 അല്ലേ, CH3 ഉണ്ട്, C ഉണ്ട്,
അവിടെ ഒരു അല്ലേ ഇലക്ട്രോൺ ഉണ്ട് CH3 CH2Br ഓപ്ഷൻ എ വരും. ഓക്കെ, ഇപ്പോൾ ഇതാണ് ആൻസർ. അടുത്ത 10ാമത്തെ പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഈസ്. പ്രോഡക്റ്റ് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ എന്ന് പറയുന്ന ഇതിൽ B2H6 ബാർ THF ആണ് H2O2 അല്ലേ. അപ്പം ഈ കേസിലും നമുക്ക് കണ്ടിട്ടുണ്ട് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ പ്രോസസ്സ്, ഹൈഡ്രോബോറേഷൻ പ്രോസസ്സാണ്. അപ്പം ഈ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ആൻറ്റി മാർക്കോ നിക്കോസ് അഡിഷൻ തന്നെയാണ് ഫോളോ ചെയ്യുക. അപ്പം നമുക്കറിയാം നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം ഗോസ് ടു ദാറ്റ് കാർബൺ ആറ്റം വിച്ച് കണ്ടെയ്ൻസ് മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ OH നേരെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഇവിടെ തന്നെ ആയിരിക്കും. OH ഗ്രൂപ്പിൻ്റെ അറ്റാക്ക് നടക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ OH ഗ്രൂപ്പ് അറ്റാക്ക് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും, ഫസ്റ്റ് പൊസിഷനിലായിരിക്കും. സോ ആൻസർ ഓപ്ഷൻ എന്ത് തന്നെ കൊടുക്കാം, C തന്നെ കൊടുക്കാം. ശരിയല്ലേ, ആൻസർ ഓപ്ഷൻ C തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 11. ഫോളോയിങ് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. കുറച്ച് രണ്ട് കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. അത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലാണ് ഡിഫറൻസ് വരുന്നത്. അങ്ങനെ ആൽക്കൈൽ ഗ്രൂപ്പിൽ അല്ലേ ഡിഫറൻസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അതെന്തിന് എക്സാമ്പിൾ ആയിരിക്കും, മെറ്റാമറിന് എക്സാമ്പിൾ ആയിരിക്കും. ശരിയല്ലേ. സാധാരണ ഈതർ എടുക്കുന്ന സമയത്ത് ഈതറിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ 2 സൈഡിലുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, മെറ്റാമസ് എന്ന് വിളിക്കാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. IUPAC നെയിം ഓഫ് CH3 CH2 അല്ലേ, COH CH2 CO CH3s. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. അതെന്ന് പറയുന്നത് എന്താണ്, 4th കീറ്റോണിക് ഗ്രൂപ്പ് ഇവിടെയാണ് വരുന്നത്. അപ്പം നെയിം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് നെയിം പേര് കൊടുക്കാം. ഇവിടുന്ന് നമ്പർ ചെയ്യാം 1 2 3 4 അല്ലേ. പിന്നെ ഇവിടെ ഒരു 5 ഉണ്ട്. അപ്പോൾ എന്ത് പറയാം, 4 ഹൈഡ്രോക്സി 4ാമത്തെ പൊസിഷനിൽ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുണ്ട്. 4 ഹൈഡ്രോക്സി 4 മീഥൈൽ 4ാമത്തിൽ തന്നെ ഒരു മീഥൈൽ ഗ്രൂപ്പുണ്ട്. പെൻഡെയിൻ 2 അല്ലേ, പെൻഡെയിൻ 2 സെക്കൻഡ് പൊസിഷനിൽ ഒരു കീറ്റോണിക് ഗ്രൂപ്പുണ്ട്. കീറ്റോണിക് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതിന് ആൻസർ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, A തന്നെ ആയിരിക്കും വരിക. ശരിയല്ലേ. ഓക്കെ, ഇനി അടുത്തത് 13. ആൻറ്റിപൈററ്റിക്സ് ആർ മെയിൻലി യൂസ് ടു സ്ലോ ഡൗൺ എന്നാണ്, അല്ലെങ്കിൽ ബ്രിങ് ഡൗൺ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽസാണ് ആൻറ്റിപൈററ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക, ആൻറ്റിപൈററ്റിക്സ്. Sodium metal crystallizes in BCC structure with the edge length of unit cell is equal to 4.29 into 10 raised to minus 8 centimeter. The radius of sodium atom is എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇത് BCC ആണെങ്കിൽ, BCC സിസ്റ്റം ആണെങ്കിൽ നമുക്കറിയാം BCCയുടെ ഇക്വേഷൻ എന്ന് പറയുന്ന 4R is equal to ബോഡി ഡയഗണലാണ് 4R is equal to √3a ആണ്. റൈറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട റേഡിയസ് ആണ്. റേഡിയസ് R is equal to √3a/4 കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ √3 1.732 ഇൻറ്റു എഡ്ജ് ലെങ്ത് 4.29 ഇൻറ്റു 10 to the power minus 8 centimeter ഡിവൈഡഡ് ബൈ 4 കൊടുക്കാം. സോ ആൻസർ ഇസ് 1.86 ഇൻറ്റു 10 raised to minus 8 എന്ന് കിട്ടും. 1.86 ഇൻറ്റു 10 raised to minus 8 എന്ന് 1.86 ഇൻറ്റു 10 raised to minus 8 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, 1.86 ഇൻറ്റു 10 raised to minus 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ നമ്പർ 14ൻ്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15. അക്കോർഡിംഗ് ടു ദ റൗൾസ് ലോ ദ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു. നമുക്കറിയാം അക്കോർഡിംഗ് ടു റൗൾസ് ലോ P0A മൈനസ് PS ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം, P0A ഈസ് ഈക്വൽ ടു കൈ ബി അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. സോ ദ ആൻസർ ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ഓപ്ഷൻ ബി കൊടുക്കാം. ശരിയല്ലേ. റൗൾസ് ലോ പറയുന്നത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. അത് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ്, ഡ്യൂറിംഗ് ദി ഇലക്ട്രോളിസിസ് ഓഫ് യൂസ്ഡ് NaCl വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാത്തോഡ്. നമുക്കറിയാം Na+ ഉണ്ടാവും, Cl- ഉണ്ടാവും. Na+ മൂവ് ടുവേർഡ്സ് കാത്തോഡ്. സോ കാത്തോഡിൽ എന്ത് നടക്കും, റിഡക്ഷൻ നടക്കും. NaCl മൂവ് ടുവേർഡ്സ് കാത്തോഡ്. സോ കാത്തോഡിൽ എന്ത് നടക്കും, റിഡക്ഷൻ നടക്കും. ഡ്യൂറിംഗ് ദി ഇലക്ട്രോളിസിസ് ഓഫ് യൂസ്ഡ് NaCl വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാത്തോഡ്. Na++ 1 ഇലക്ട്രോൺ ഗീവ്സ് 1 Na. റൈറ്റ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, Na++ 1 ഇലക്ട്രോൺ ഗീവ്സ് Na. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, ഇത് പോസിറ്റീവ് ചാർജ് അയോൺസ് ആണ്. അത് മൂവ് ചെയ്യുന്ന എങ്ങോട്ടായിരിക്കും, കാത്തോഡിലായിരിക്കും. ഓപ്ഷൻ എന്തായിരിക്കും, ഓപ്ഷൻ 1. What is the overall order of the reaction, following reaction? CHCl3 plus Cl2 gives CCl4 plus HCl എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റേറ്റിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി അല്ലേ. നമുക്കറിയാം ഓർഡർ എന്ന് പറയുന്ന സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസിനെ റേറ്റിലോ എക്സ്പ്രഷൻ ഈ സിംപ്ലി കോൾഡ് എന്താണ്, ഓർഡർ എന്ന് വിളിക്കാം. ഓർഡർ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓർഡർ 1 ആണ്. ശരി. അപ്പോൾ 1 + 1/2 ആണ്. ദാറ്റ് ഈസ് ഇക്വൽ ടു 3/2 എന്ന് കിട്ടും. ഓവറോൾ ഓർഡർ ഈസ് ഇക്വൽ ടു 3/2. ഓപ്ഷൻ എ വരും. ഓക്കെ, യെസ്. ഇനി
കോക്ക് ഈസ് യൂസ്ഡ് ഇൻ മെറ്റലർജിക്കൽ പ്രോസസ്സ്. കോക്ക് എന്ന് പറയുന്ന മെറ്റലർജിക്കൽ പ്രോസസ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കാർബൺ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാർബൺ എന്ന് വെച്ചാൽ നല്ലൊരു റെഡ്യൂസിങ് ഏജൻറ്റ് ആയതുകൊണ്ടാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓപ്ഷൻ സി വരും. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് വെൻ വൈറ്റ് ഫോസ്ഫറസ് ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് NaOH സൊല്യൂഷൻ. അത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം സംഭവമാണത്. P4 നമ്മൾ NaOH ആയിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മേജർ പ്രോഡക്റ്റ് PH3 ആണ്. മേജർ പ്രോഡക്റ്റ് PH3 ആണ് നമുക്ക് കിട്ടുന്നത്. PH3 ഈസ് ഫോംഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും. PH3 ആണ് അവിടെ ഫോം ചെയ്യുന്നത്. മനസ്സിലായല്ലോ, PH3 ഈസ് ഫോംഡ്. NCERTയിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, P4 + 3NaOH + 3H2 gives PH3 + 3NaH2 PO2 എന്ന് കിട്ടും. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി കളേർഡ്. ആരാണ് കളേർഡ് ആയിട്ട് വരുന്നത്? നമുക്കറിയാം എലമെൻറ്റ്സ് വിത്ത്, ഈ ഒരു പോയിന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. എലമെൻറ്റ്സ് ഓർ അയോൺസ് വിത്ത് D10 ആൻഡ് D0 കോൺഫിഗറേഷൻസ് ആർ എന്നാണ് കളർലെസ് ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് Ag+ ഉണ്ട്. നമുക്കറിയാം അത് D10 ആണ്. Zn2 + D10 ആണ്. അത് നമ്മൾ അറിയണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ Ag+ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി കളേർഡ് എന്നാണ്. Cu+ ആണ്. Cu+ വരുമ്പോൾ അതും D10 കോൺഫിഗറേഷൻ ആണ് അല്ലേ. Cu+1 ആണ്. കോപ്പറിൻ്റെ കേസിൽ 3D10 4s1 ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാലും 3D10 വരും. സോ ഇവിടെ 3D അല്ലെ Cu2+ ആണ്. അപ്പോൾ 3D9 കോൺഫിഗറേഷൻ. സോ D9 കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ അത് കളേർഡ് ആയിരിക്കും. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ Ag+, Zn2+, Cu+ എല്ലാം തന്നെ D10 കോൺഫിഗറേഷൻ ആണ്. സോ അതെന്താണ്, കളേർഡ് അല്ല. നേരെമറിച്ച് കോപ്പർ സൾഫേറ്റ് എടുക്കുന്ന സമയത്ത് കോപ്പർ സൾഫേറ്റ് അല്ലേ കോപ്പർ സൾഫേറ്റ് ആക്ച്വലി ഇവിടെ എന്തുവാണ്, കോപ്പർ സൾഫേറ്റ് ഡോട്ട് എത്രയാണ് 5H2 വരണം. ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആണ് വരേണ്ടത്. ഇവിടെ Cu2+ വരുമ്പോൾ എന്തായിരിക്കും, D9 കോൺഫിഗറേഷൻ ആണ് വരുന്നത് കേട്ടോ. D9 കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എ കോംപ്ലക്സ് ഇൻവോൾവിംഗ് DsP2 ഹൈബ്രിഡൈസേഷൻ. എപ്പോഴും ഓർത്തിരിക്കുക, DsP2 ഹൈബ്രിഡൈസേഷൻ വന്നാൽ sp3 വന്നാൽ ടെട്രാഹീഡ്രൽ ആയിരിക്കും. റൈറ്റ്, sp3D2 D2sp3 വരികയാണെങ്കിൽ ഒക്ടാഹീഡ്രൽ ആയിരിക്കും. റൈറ്റ്, ദെൻ DsP2 വന്നാൽ എന്തായിരിക്കും, സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണത്. DsP2 ഹൈബ്രിഡൈസേഷൻ വന്നാൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആയിരിക്കും. Which of the following halide is capable of exhibiting enantiomerism? Which of the following halide is capable of exhibiting enantiomerism? ആരാണ് enantiomerism കാണിക്കുന്ന കോമ്പൗണ്ട് എന്ന് നമുക്ക് നോക്കാം. ഈഥൈൽ ക്ലോറൈഡ്, ഐസോപ്രോപ്പൈൽ ബ്രോമൈഡ്, സെക്കൻഡറി ബ്യൂട്ടൽ അയഡൈഡ്, ടെർഷറി ബ്യൂട്ടൈൽ ക്ലോറൈഡ്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. enantiomerism കാണിക്കുന്ന ആളുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് അതിനകത്ത് എന്തുണ്ടാവണം, കൈറൽ സെൻറ്റർ ഉണ്ടാവണം. അപ്പോൾ ഇത് ഓരോന്ന് നോക്കുക. ഈഥൈൽ ക്ലോറൈഡ്, ഐസോപ്രോപ്പൈൽ ബ്രോമൈഡ്, സെക്കൻഡറി ബ്യൂട്ടൈൽ അയഡൈഡ് അല്ലേ. അപ്പോൾ ഇതൊരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH ഉണ്ട് അല്ലേ, CH ഉണ്ട്, ഇവിടെ ഒരു അയഡിനുണ്ട്, CH2 CH3. ഇതാണ് സെക്കൻഡറി ബ്യൂട്ടൈൽ അയഡൈഡ് എന്ന് പറയുന്നത്. സെക്കൻഡറി ബ്യൂട്ടൈൽ അയഡൈഡ്. അപ്പോൾ ഇതിനകത്ത് ഒരു കൈറാൽ സെൻറ്റർ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. കൈറാൽ സെൻറ്റർ ഉണ്ടെങ്കിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ അയഡൈഡ് ആയിരിക്കും ഓപ്റ്റിക്കലി ആക്റ്റീവ് അല്ലെങ്കിൽ എക്സിബിറ്റിംഗ് enantiomerism അല്ലേ. ബാക്കിയുള്ള ഐസോപ്രോപ്പൈൽ ബ്രോമൈഡ് എടുക്കുമ്പോൾ എന്തായാലും കിട്ടില്ല. ടെർഷറി ബ്യൂട്ടൈൽ ക്ലോറൈഡ് എടുക്കുന്ന സമയത്ത് മോർ ദാൻ വൺ സെയിം ടൈപ്പ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഗ്രൂപ്പ് വരും. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. മോർ ദാൻ വൺ സെയിം ടൈപ്പ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ സെക്കൻഡറി ബ്യൂട്ടൈൽ അയഡൈഡ് ആണ് എന്ത് പറയുന്നത്, enantiomerism എക്സിബിറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ സി വരും. റൈറ്റ്, ഓക്കെ. Question number 23. The reactivity order of the following alcohol in breaking of CO bond is. Reactivity order, CO ബോണ്ടിൻ്റെ ബ്രേക്കേജിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെയുള്ള CO ബോണ്ട് അങ്ങ് ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് കാർബോ കാറ്റോൺ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഓർത്തിരിക്കേണ്ട കാര്യം, കാർബോ കാറ്റോണിൻ്റെ നമ്മൾ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു OH പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെൻസൈൽ കാർബോ കാറ്റോൺ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാർബോ കാറ്റോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിയല്ല, ഇവിടെയും സെക്കൻഡറി തന്നെയാണ്, ഇവിടെയും സെക്കൻഡറി. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഒരു എന്ത് ഗ്രൂപ്പ് ഉണ്ട്, ഇതൊരു -I ഗ്രൂപ്പ്, ഇവിടെയും -I ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. -I ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ട് എങ്കിൽ നമുക്കൊരിക്കലും ആ ഒരു ഓർഡർ കറക്റ്റ് ഓർഡറായിട്ട് നമുക്കിത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ C6H5CH2OH ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത് ബെൻസൈൽ കാർബോകാറ്റോൺ. അപ്പം ആദ്യം വരും 4 വരും, പിന്നീട് വരുന്നത് മൂന്നാമത്തതെന്ന് പറയുമ്പോൾ ഇവിടെ സെക്കൻഡറി കാർബോകാറ്റോൺ ആണ്. അപ്പോൾ അത് 3 കൊടുക്കാം. അതിന് ശേഷം വരുന്നതെന്ന് വെച്ചാൽ ക്ലോറിൻ അല്ലേ. ഇവിടെ സെക്കൻഡറി തന്നെയാണ്, കാർബോകാറ്റോൺ തന്നെയാണ് എങ്കിൽ ഇവിടെ ഒരു -I ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ -I എഫക്റ്റ് കുറവാണ്, ഇവിടുത്തെ -I എഫക്റ്റ് കൂടുതലാണ്. ശരിയല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് -I എഫക്റ്റ് കൂടിയ കേസിൽ റിയാക്ടിവിറ്റി വീണ്ടും കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക. 4, 3, 2, 1 വരും. ഓക്കെ,
റിയാക്ഷൻ ഓഫ് ഫിനോൾ വിത്ത് ക്ലോറോഫോം സോഡിയം ഹൈഡ്രോക്സൈഡ് ടു ഗീവ് ഓർത്തോഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് അല്ലെ. ഓർത്തോഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് ഈസ് അതർവൈസ് കോൾഡ് സാലിസിലാൽഡിഹൈഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമിനേഷൻ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നൊരു റിയാക്ഷനാണ് റൈമർ-ടിമാൻ റിയാക്ഷൻ അല്ലേ. റൈമർ-ടിമാൻ റിയാക്ഷൻ്റെ കേസിൽ നമുക്കറിയാം എന്താണ് അവിടെ ഫോം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഡൈക്ലോറോ കാർബീനാണ് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. ഡൈക്ലോറോ കാർബീൻ അതിൻ്റെ മെക്കാനിസം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ റൈമർ-ടിമാൻ റിയാക്ഷൻ്റെ മെക്കാനിസം നോക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് ഡൈക്ലോറോ കാർബീനാണ് പ്രോഡക്റ്റ് അതിൻ്റെ എന്തായിട്ട് വരുന്നത്, ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്. സോ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അത് ഓർത്തോളം റൈമർ-ടിമാൻ റിയാക്ഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ക്ലോറോഫോം ബാർ sodium hydroxide to give orthohydroxy benzaldehyde. In a given cubic unit cell, the number of tetrahedral hole is equal to the number of octahedral holes. Number of tetrahedral hole is twice the number of octahedral holes. The number of octahedral hole is twice the number of tetrahedral holes. Number of tetrahedral hole is equal to the half of the octahedral holes. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണെങ്കിൽ number of particles is equal to number of particles is equal to n ആണെങ്കിൽ അല്ലേ. number of octahedral voids OV is equal to octahedral voids equal also n, and the number of TVs tetrahedral voids is equal to twice the number of spheres ആയിരിക്കും. ശരിയല്ലേ. അപ്പോൾ number of tetrahedral hole is twice the number of octahedral holes ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എന്തായിരിക്കും? നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ ഹോൾ ഈസ് ട്വൈസ് ദ നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ ഹോൾസ് ആയിരിക്കും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് n ആണെങ്കിൽ നമ്പർ ഓഫ് വീസ് n ആണ്, നമ്പർ ഓഫ് TVs 2n ആണ്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ഓർത്ത് വെക്കുക. യെസ്, അപ്പോൾ ആൻസർ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി വരും. ശരിയല്ലേ? യെസ്, അപ്പോൾ അത് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. യെസ്, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ ഈസ് 373.11 അല്ലേ കെൽവിൻ. വാട്ട് ഈസ് ദ KB ഓഫ് വാട്ടർ ഇഫ് 0.15 മോളാർ aqueous solution of a substance boils at 373.20 Kelvin എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെച്ച് ചെയ്യാനുള്ള ഒരു പ്രോബ്ലമാണ്. നമുക്ക് KB മോളാർ എലവേഷൻ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു, ഇത് പ്രത്യേകിച്ച് സൊല്യൂട്ടിൻ്റെ നാച്ചർ ഒന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ വാല്യൂ വാല്യൂ ഫാക്ടർ കൊടുക്കണമെന്നില്ല ഇവിടെ. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു എന്ത് കൊടുക്കാം? മൊളാലിറ്റി. സോ KB ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ TB ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? മൊളാലിറ്റി. ഡെൽറ്റ TB ഡിവൈഡഡ് ബൈ മൊളാലിറ്റി എന്ന് കൊടുക്കാം. KB ഈസ് ഈക്വൽ ടു ഡെൽറ്റ TB ഡിവൈഡഡ് ബൈ മൊളാലിറ്റി. KB ഈസ് ഈക്വൽ ടു ഡെൽറ്റ TB ഡിവൈഡഡ് ബൈ മൊളാലിറ്റി എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ KB ഈസ് ഈക്വൽ ടു ഡെൽറ്റ TB ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? മൊളാലിറ്റി. അപ്പോൾ ഡെൽറ്റ TB എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഡെൽറ്റ TB എന്ന് പറയുന്നത് T0 അല്ലേ, TB മൈനസ് T0B ആണ് ഡിവൈഡഡ് ബൈ മൊളാലിറ്റി. അപ്പോൾ TB എന്ന് പറയുന്നത് എത്രയാണ്? TB എന്ന് പറയുന്ന എത്ര കിട്ടും? TB എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് 373.20 മൈനസ് 373.11 ഡിവൈഡഡ് ബൈ മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് പറയുന്ന 0.15 മോളാൽ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്ഷൻ 0.6 എന്ന് കിട്ടും. ആൻസർ 0.6 എന്ന് കിട്ടും. 0.6 കെൽവിൻ കിലോഗ്രാം മോൾ റൈസ് ടു -1. ഓക്കെ, അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്ത് വെച്ച് പഠിക്കാം. ഓക്കെ, യെസ്. ഇനി for reducing 1 mole ferrous ion to iron, the number of Faradays of electricity required will be. നമുക്കറിയാം Fe2+ ആരായിട്ട് കൺവേർട്ട് ചെയ്യാണ്? Fe ആയിട്ട് മാറുകയാണ്. അപ്പോൾ 2 moles of electrons ഗെയിൻ ചെയ്തു. നമുക്കറിയാം charge of 1 mole of electron is called 1F, 1 Faraday. Charge of 1 mole of electron is called 1F എന്ന് നമുക്ക് പറയാം. Charge of 2 moles of electron is simply called എന്നാണ് എന്ന് വിളിക്കാം 2 Faraday അല്ലെങ്കിൽ 2F ആണ്. അപ്പോൾ ഇവിടെ charge required is equal to what? 2F. Charge required is equal to what? 2F charge ആണ് ആവശ്യം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി കൊടുക്കാം 2. ഓക്കെ, ഇനി the rate constant of a first order reaction is 1.3 into 10 to the power -2 minute raised to -1. That point is important, minute raised to -1. Then it's a half life period in seconds. Then it's a half life period in seconds. നമുക്കറിയാം for first order reaction T half is equal to 0.693 divided by K. For എന്താണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ T half is equal to 0.693 ഡിവൈഡഡ് ബൈ K എന്ന് കൊടുക്കാം. 0.693 ഡിവൈഡ് ബൈ K എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 0.693 ഡിവൈഡ് ബൈ K
ശരിയല്ലേ? ദാറ്റ് ഈസ് ഇക്വൽ 0.693 ഡിവൈഡഡ് ബൈ കെ വാല്യൂ എത്രയാണ്? 1.3 × 10⁻⁻2 ആണ്. ഓക്കെ, നമ്മൾ കിട്ടുന്ന ആൻസറിന് എന്ത് കൊടുക്കുക? കിട്ടുന്ന ആൻസർ മിനിറ്റിലാണ് ഇൻറ്റു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3200 എന്ന് കിട്ടും. ഓക്കെ, ഇൻ സെക്കൻഡ്, അത്രയും സെക്കൻഡ് എന്ന് കിട്ടും. 3200 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് കിട്ടുന്ന, അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 3200 സെക്കൻഡ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29, മെറ്റൽ വിച്ച് cannot be extracted by smelting processes. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒന്നാണ്. ലെഡ്, അയൺ ഉണ്ട്, സിങ്ക് ഉണ്ട്. മെറ്റൽ വിച്ച് cannot be extracted by smelting processes. അപ്പോൾ ഡെഫിനറ്റായിട്ട് അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? അലുമിനിയാണ്. മെറ്റൽ വിച്ച് cannot be extracted by smelting എന്ന് പറയുന്ന അലുമിനിയാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വളരെ നന്നായിട്ട് തന്നെ എന്താണ് പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ ഈസ് അലുമിനിയം. നെക്സ്റ്റ് ഈസ് which oxidation state is not exhibited by oxygen. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്സിജൻ ജനറലി -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, -1 കാണിക്കും, +2 കാണിക്കും. അതുപോലെ തന്നെ ഒരിക്കലും എന്ത് കാണിക്കില്ല? +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക അല്ലേ? വിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് നോട്ട് എക്സിബിറ്റഡ് ബൈ ഓക്സിജൻ. ഓക്സിജൻ ഒരിക്കലും എന്ത് കാണിക്കില്ല? +6 ഓക്സിഡേഷൻ നമ്പർ കാണിക്കില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്, ഒരുപാട് കാരണങ്ങൾ നമുക്കറിയാം. എന്താണ് അതിലേറ്റവും പ്രധാനം? അതിൻ്റെ സൈസ്, അതിൻ്റെ അയണൈസേഷൻ എനർജിയിൽ വരുന്ന ഒരു അയണൈസേഷൻ എനർജി കൂടുതലാണെന്നുള്ള കണ്ടീഷൻ, പിന്നെ അതുപോലെ തന്നെ ഡി ഓർബിറ്റൽസ് ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ വിച്ച് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് നോട്ട് എക്സിബിറ്റഡ് ബൈ ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രത്യേകിച്ച് സൾഫർ ആണെങ്കിൽ എന്ത് കാണിക്കും? സൾഫർ +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും, കാരണം അതിനകത്ത് ഡി ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ട്. ശരിയല്ലേ? ഓക്സിജൻ എന്ത് കാണിക്കാറില്ല? +6 എന്ന് പറയുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ചെയ്യാറില്ല. ഓക്കെ, 31. For transition metal ion having 7 electron in its d orbital, the effective magnetic moment will be. അപ്പോൾ നമുക്കറിയാം ഇവിടെ ചോദിച്ചിരിക്കുന്നത് D7 കോൺഫിഗറേഷൻ ആണ്. D7 1 2 3 4 5 D7 1 2 3 4 5 6 7 അല്ലേ? D7 കോൺഫിഗറേഷൻ ആണ്. ശരിയല്ലേ? D7 ആണ്. D7 അറേഞ്ച്മെൻ്റ് ആണ്. Metal ion having 7 electron in its d orbital, the effective magnetic moment will be. അപ്പോൾ നമുക്കറിയാം D7 ആണ് എങ്കിൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്രയാണ്? നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 3. 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. ശരിയല്ലേ? 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. ശരിയല്ലേ? 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 3 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് μ = √n × n+2 ബോർ മാഗ്നറ്റോൺ എന്ന് നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? 3 × 3+2 ബോർ മാഗ്നറ്റോൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3.87 ബോർ മാഗ്നറ്റോൺ. അപ്പം നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരെയാണ് 3 something ആണ് അല്ലേ? 2 ആണ്. 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് വരെയാണ് 2 something. ശരിയല്ലേ? 1 ആണെങ്കിൽ 1 something. അത് ഓർത്തിരുന്നാൽ മതി. അതിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 ആണെങ്കിൽ എത്രയായിരിക്കും എന്നാണ് പറയുന്നത്? 3 something ആയിരിക്കും. ഓക്കെ, യെസ്. സോ ആൻസർ ഓപ്ഷൻ 3 വരും. 32. Which of the following will exhibit maximum ionic conductivity? Maximum ionic conductivity, അതായത് conductivity is directly proportional to the number of ions. നമ്പർ ഓഫ് അയോൺസിന് പ്രപ്പോർഷണലാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കോംപ്ലക്സ് ആയിട്ട് എടുത്ത് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന കോംപ്ലക്സ് എടുക്കുന്ന സമയത്ത് CO NH3 ത്രൈസ് Cl3 ഫസ്റ്റ് കോംപ്ലക്സ്. ബി എന്ന് പറയുന്ന സമയത്ത്, കാരണം കൊബാൾട്ടിൻ്റെ കോംപ്ലക്സുകൾ സ്റ്റേബിൾ കോംപ്ലക്സുകളെല്ലാം ഒക്ടാഹൈഡ്രലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ബി എടുക്കുകയാണെങ്കിൽ CO NH3 എത്ര ടൈംസ്? 4 ടൈംസ് Cl2, പിന്നെ ഇവിടെ ഒരു Cl ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ 2 അയോൺ, ഒരു കോംപ്ലക്സ് അയോണും ഒരു ക്ലോറൈഡ് അയോണും മാത്രമേ ഉള്ളൂ. സി എന്ന് പറയുന്നത് CO NH3 എത്ര ടൈംസ്? NH3 5 ടൈംസ്. പിന്നെ എന്താണ്? 5 ടൈംസ് CO NH3 5 ടൈംസ്. പിന്നെ എന്താണ്? Cl, പിന്നെ എന്തുണ്ട്? ഒരു Cl2 ഉണ്ട്. ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഡി എന്ന് പറയുന്നത് COCl3.6 NH3 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. CO NH3 എത്ര ടൈംസ്? 6 ടൈംസ്. പിന്നെ ഇവിടെ എന്തുണ്ട്? Cl3 ഉണ്ട്. അപ്പോൾ സോ നമ്പർ ഓഫ് അയോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ്
അയോൺസ് ഇവിടെയാണെങ്കിൽ ഇവിടെ അയോൺസ് ഒന്നും ഇല്ല, നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 2 അയോൺസ് ഉണ്ട്, ഒരു കോംപ്ലക്സ് അയോണും ക്ലോറൈഡ് അയോണും. ഇവിടെ 3 അയോൺസ് ഉണ്ട്, ഒരു കോംപ്ലക്സ് അയോണും 2 ക്ലോറൈഡ് അയോണും. ഇവിടെ ഒരു കോംപ്ലക്സ് അയോണും 3 ക്ലോറൈഡ് അയോൺ, അപ്പോൾ 4 അയോൺസ് ആയി. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് അയോൺസ് ഉള്ളത് എവിടെയാണ്? ഡി ഓപ്ഷൻ, ഡിയുടെ കേസിലാണ്. ഇത് മാക്സിമം കണ്ടക്ടിവിറ്റി കാണിക്കുകയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി കൊടുക്കാം. ക്ലിയർ? ഓക്കെ. 33. Introduction of alkyl group in the chlorobenzene by reaction with the methyl chloride in the presence of anhydrous aluminum chloride is known as. ശരിയല്ലേ? വളരെ ഈസി. വായിക്കുന്ന സമയത്ത് ചെറിയ ലിറ്റിൽ കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിലും പക്ഷേ ഭയങ്കര ഈസിയാണ്. ശരിയല്ലേ? ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ആൽക്കിൽ ഗ്രൂപ്പ് ഇൻ ക്ലോറോബെൻസിൻ ബൈ റിയാക്ട് വിത്ത് മീഥൈൽ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ്. അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം നമ്മൾ ഓർത്താൽ മതി. അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഈസ് നോൺ ആസ് വാട്ട്? എന്താ നമ്മൾ വിളിക്കുക? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ഈസ് സിംപ്ലി കോൾഡ് എന്ത് നമുക്ക് വിളിക്കാൻ പറ്റും? അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് വന്നാൽ എന്ത് വിളിക്കാം? ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ആണ്. എല്ലാവർക്കും അറിയാവുന്നൊരു റിയാക്ഷനാണ്. ഓക്കെ, അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ അത് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ നമുക്ക് പറയാൻ പറ്റും. അല്ല, ഇൻട്രൊഡക്ഷൻ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് 34. റിയാക്ഷൻ ഓഫ് RCN വിത്ത് RMgX ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ഗീവ്. ഓക്കെ, അപ്പോൾ ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റിയാക്ഷൻ ഓഫ് RCN വിത്ത് RMgX അല്ലേ? അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആൽഡിഹൈഡ്സിലും കീറ്റോൺസിലൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. റിയാക്ഷൻ ഓഫ് RCN വിത്ത് RMgX ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അപ്പോൾ നമുക്കറിയാം RCN റിയാക്ട് വിത്ത് RMgX അല്ലേ? ഈതർ മീഡിയത്തിൻ്റെ പ്രസൻസിൽ എന്തുണ്ടാവുന്നു? CH3H3O+ അല്ലെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ കിട്ടുന്ന മേജർ പ്രോഡക്റ്റ്, ഞാൻ മൈനർ പ്രോഡക്റ്റ് എന്ന് എഴുതിയില്ല, മേജർ പ്രോഡക്റ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. മേജർ പ്രോഡക്റ്റ് ഫോം ഈസ് RCOR, ദാറ്റ് ഈസ് കീറ്റോൺ ആണ് മേജർ പ്രോഡക്റ്റ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് NCERT വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. മനസ്സിലായല്ലോ? വളരെ ഈസിയാണ്. ഇനി 35. മാച്ച് ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൻ ബിലോ. കൊയാഗുലേഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ സർഫസ് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. കൊയാഗുലേഷൻ, ഡയാലിസിസ്, പെപ്റ്റൈസേഷൻ, ടിൻഡൽ എഫക്റ്റ്. അപ്പോൾ നമുക്കറിയാം പിന്നെ സ്കാറ്ററിങ്, ഫോർമേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ഫ്രം പ്രസിപ്പിറ്റേറ്റ്, പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ്, ഇലക്ട്രോലൈറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുക. കൊയാഗുലേഷൻ എന്ന് പറയുന്ന നമുക്കറിയാം കൊളോയിഡ്സിലേക്ക് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് നടക്കും? പ്രസിപ്പിറ്റേഷൻ നടക്കും. അതാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 തന്നെ ആയിരിക്കും. ശരിയല്ലേ? ഡയാലിസിസ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സ് നമുക്ക് പറയാൻ പറ്റും. പെപ്റ്റൈസേഷൻ എന്ന് പറയുന്നത് പെപ്റ്റൈസേഷൻ എന്ന് പറയുന്ന ഫോർമേഷൻ ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ഫ്രം precipitate is called peptization, and Tyndall effect is based on scattering of light ആണ്. സോ A എന്ന് പറയുന്ന 4 ആയിരിക്കും. B എന്ന് പറയുന്നത് 3 വരും. C എന്ന് പറയുന്നത് 2 വരും. അതുപോലെ D എന്ന് പറയുന്നത് 1 വരും. ഓപ്ഷൻ A വരും. ക്ലിയർ ആയല്ലോ? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. 36. റിഗാർഡിംഗ് അഡീഷൻ ഓഫ് HBr to but2in, which of the following is true? വളരെ ഈസിയാണത് അല്ലേ? but2in എന്ന് വെച്ചാൽ CH2 അല്ലേ? but2in CH3 CH ഡബിൾ ബോണ്ട് CH3. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? അപ്പോൾ നമുക്കറിയാം HBr ആഡ് ചെയ്യാണ്. HBr ആഡ് ചെയ്യുന്ന സമയത്ത് ഇതൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനാണ്. കാണുമ്പോഴേ തന്നെ നമുക്കറിയാം സിമെട്രിക്കൽ ആൽക്കീൻ ആണെങ്കിൽ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? മാർക്കോനിക്കോസ് റൂൾ ഈസ് ഒബൈഡ്, ആൻറ്റി മാർക്കോനിക്കോസ് റൂൾ ഈസ് ഒബൈഡ്, ബോത്ത് മാർക്കോനിക്കോസ് ആൻഡ് ആൻറ്റി മാർക്കോനിക്കോസ് റൂൾ ആർ ഒബൈഡ്. ഇൻ എനി കേസ് ദ പ്രൊഡക്റ്റ് ഈസ് ദ സെയിം. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. HBr ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സിമെട്രിക്കൽ ആയതുകൊണ്ട് ഏത് സൈഡിൽ വേണമെങ്കിലും ഹൈഡ്രജനും ബ്രോമിനും ആഡ് ചെയ്യാം. ശരിയല്ലേ? ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി എനി കേസ് ദ പ്രോഡക്റ്റ് ഈസ് ദ സെയിം. ശരിയല്ലേ? അപ്പോൾ 2 കേസ് എടുത്താലും ശരി, മാർക്കോനിക്കോസോ ആൻറ്റി മാർക്കോനിക്കോസ് കണ്ടീഷൻ ഏത് രീതിയിൽ, അതായത് ബോത്ത് 2 സൈഡ് എടുത്താലും നമ്മുടെ പ്രോഡക്റ്റ് ഈസ് ദ സെയിം. എപ്പോഴും പ്രോഡക്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓപ്ഷൻ D കൊടുക്കാം. മനസ്സിലായല്ലോ? ഓക്കെ. കൺസിഡർ ദ റിയാക്ഷൻ CH3CH2C ട്രിപ്പിൾ ബോണ്ട് N R CH3CH2CH2NH2. ദ റിയേജൻറ്റ് R ഈസ്. അപ്പോൾ നോക്ക്, ഇതെന്ന് പറയുന്ന എന്താണ്? അമീൻസിൻ്റെ പ്രിപ്പറേഷനാണ് അല്ലേ? സൈനൈഡിൽ നിന്ന് ഇവിടെ എന്താണ്? റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ഇത് പ്രിപ്പയർ ചെയ്യുക. ശരിയല്ലേ? അപ്പം റിയേജൻ്റ് എന്ന് പറയുന്നത് NiBr(H2) അല്ലേ? റാനി നിക്കൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ലിഥിയം അലുമിനിയം ഹൈഡ്രേറ്റ് ഇതെല്ലാം, സോഡിയം ബാർ ആൽക്കഹോൾ എല്ലാം കൊടുക്കാൻ പറ്റും. ആൻസർ എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഓൾ ഓഫ് ദീസ് അല്ലേ? ഇതെല്ലാം കൊടുക്കാൻ പറ്റും. കാരണം ഇതെല്ലാം നല്ല റെഡ്യൂസിങ് ഏജൻ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ. 38. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൾഡോസ്? ഏതാണ് ആൾഡോസ് അല്ലാത്ത? ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ആൾഡോസ് ആണ്, റൈബോസ് ആൾഡോസ് ആണ്, ത്രയോസ് ആൾഡോസ് ആണ്, ഫ്രക്ടോസ് എന്ന് പറയുന്ന ആരാണ്? അത് കീറ്റോസ് ആണ് അല്ലേ?
കീറ്റോസ് ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നോട്ട് ആൻ ആൾഡോസ് എന്ന് ചോദിച്ചാൽ അതെന്തായിരിക്കും? ഫ്രക്ടോസ് ആയിരിക്കും. അടുത്തത് 39, വിച്ച് ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് സോപ്പ്. സോപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആരാണ്? ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം സോപ്പ് ഈസ് സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ടോ ഹയർ ഫാറ്റി ആസിഡ് അല്ലേ. സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ടോ ഹയർ ഫാറ്റി ആസിഡ് ഇസ് സിംപ്ലി കോൾഡ് എന്നാണ് ഒരു സോപ്പ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എ നോക്കുന്ന സമയത്ത് നമുക്കറിയാം സോൾട്ട് അല്ല, സി സോൾട്ട് അല്ല, ബിയും ഡിയും സോൾട്ടാണ്. പക്ഷേ ഇതിനകത്ത് ഇതാണ് പൊട്ടാസ്യം സോൾട്ട് എന്ന് പറയുന്ന പൊട്ടാസ്യം സോൾട്ട് വരുന്നത്. ഇതാണ് C17H35COOK എന്ന് പറയാൻ പറ്റും. ഓക്കെ, യെസ്. ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ ഈസ് ഏതാണ്? ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ ഈസ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ, ബ്രാഞ്ച്ഡ് പോളിമർ, ലീനിയർ പോളിമർ, കണ്ടൻസേഷൻ പോളിമർ. ഓർത്തിരിക്കാതെ ബ്രാഞ്ച്ഡ് പോളിമർ ആണ് ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ. ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ ഈസ് എന്നാണ് ബ്രാഞ്ച്ഡ് പോളിമർ. ശരിയല്ലേ? അപ്പോൾ അത് ഓർത്തിരിക്കുക. അതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് NCERT തന്നെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് ആണിത്. ലോ ഡെൻസിറ്റി LDP അല്ലെ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? ബ്രാഞ്ച്ഡ് ചെയിൻ പോളിമർ. അടുത്ത 41, ഓക്സിഡേഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് നോട്ട് പോസിബിൾ. ഈ പറഞ്ഞ ഏത് കോമ്പൗണ്ട് ഓക്സിഡേഷൻ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്? ഇത് CH3COOH കൊടുത്തിട്ടുണ്ട്, CH3CO കീറ്റോൺ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആൽഡിഹൈഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ആൽക്കഹോളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഓക്സിഡേഷൻ പോസിബിൾ ആണ്. ഒരാളുടെ മാത്രം പോസിബിൾ അല്ല, CH3COOHൻ്റെ മാത്രം പോസിബിൾ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ കീറ്റോണിൻ്റെ കേസിൽ ഓക്സിഡേഷൻ നടക്കും, നമ്മൾ കണ്ടിട്ടുണ്ട്. ആൽഡിഹൈഡിൻ്റെ കേസിലും കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ കേസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ CH3COOHൻ്റെ കേസിൽ ഓക്സിഡേഷൻ അവിടെ പോസിബിൾ അല്ല. ശരിയല്ലേ? യെസ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, കാരണം ഇതിൻ്റെ എല്ലാം തന്നെ ഓക്സിഡേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലതിൻ്റെയും ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ആസിഡ് തന്നെ കിട്ടുന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം അല്ലേ. പല എന്താണ് ആൽഡിഹൈഡ്സിൻ്റെയും അല്ലെങ്കിൽ കീറ്റോണിൻ്റെയൊക്കെ ഓക്സിഡേഷൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പല കേസിലും നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്? ഈ പറഞ്ഞ ആസിഡ് കിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ അത് ഓർത്തിരിക്കാം. യെസ്. വിച്ച് ഓഫ് ദ കറക്റ്റ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ബേസിക് സ്ട്രെങ്ത് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അനിലിൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് നൈട്രോ സെക്കൻഡ് പാരാ പൊസിഷനിൽ NO2 ഗ്രൂപ്പ് വന്നിരിക്കുന്ന വേറൊരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മീത്തൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നൊരു എന്താണ് കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 3 കോമ്പൗണ്ടുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റായിട്ട് അറിയാം, നമുക്കറിയാം NO2 എന്ന് പറയുന്ന ഒരു ഇലക്ട്രോൺ എന്താണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. CH3 എന്ന് പറയുന്ന ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ശരിയല്ലേ? കാരണം നമുക്കറിയാം നൈട്രജൻ്റെ ബേസിക് ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രധാന ഫാക്ടർ അല്ലേ നൈട്രജനല്ല ഈ നമ്മുടെ എന്താണ് അമീൻസിൻ്റെ കേസിൽ അല്ലെങ്കിൽ അനിലിൻ്റെ കേസിൽ ഈ പറഞ്ഞ ബേസിക് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ലോൺ പെയർ അവൈലബിലിറ്റിയാണ്. ശരിയല്ലേ? അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ പ്രസൻസ് ഓഫ് ദിസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഡിക്രീസസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ദ റിങ്ങിനകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കും. റിങ്ങിനകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്താ സംഭവിക്കുക? ലോൺ പെയർ അവൈലബിലിറ്റി ഡിക്രീസ് ചെയ്യും. പക്ഷേ നേരെ മറിച്ച് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇവനെന്ത് പറയുന്നത് റിങ്ങിനകത്തുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കൂട്ടും. ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ലോൺ പെയർ അവൈലബിലിറ്റി എന്ത് ചെയ്യും? കൂടും. നേരെ മറിച്ച് ഈ അനിലിൻ്റെ കേസിൽ എന്തില്ല? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പോ വിഡ്രോയിങ് ഗ്രൂപ്പോ അവിടെ ഇല്ല. അപ്പോൾ ഉറപ്പായിട്ട് അവൻ എന്തായാലും നല്ലൊരു ബേസ് തന്നെയായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ബേസിക് ആയിട്ട് കാണിക്കുന്ന ആരായിരിക്കും? ഓപ്ഷൻ 3 ആണ്. ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് 3 ആണ്. കാരണം അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അവിടെ ഉള്ളതുകൊണ്ട്. അടുത്ത ആര് വരും? അനിലിന് വരും. അതിനുശേഷം ഏറ്റവും കുറവ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ഈ പറഞ്ഞ സെക്കൻഡ് കോമ്പൗണ്ടിലായിരിക്കും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ 3 വരും. കറക്റ്റ് അല്ലേ? ഏറ്റവും കൂടുതൽ ഇത് ഫസ്റ്റ് പൊസിഷനിൽ, ഇത് സെക്കൻഡ് പൊസിഷനിൽ, ഇത് തേർഡ് പൊസിഷൻ. അപ്പോൾ എന്ത് വരും? 3 വരും. പിന്നെ അതിനുശേഷം എന്ത് വരും? 2 വരും. 3 വരും. പിന്നെ എന്ത് വരും? 1 വരും. അതിനുശേഷം 2 വരും. ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി. ശരിയല്ലേ? യെസ്. 43, എ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ഈസ് എസെൻഷ്യലി എൻസൈം ബിക്കോസ് എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നൈട്രജൻ മോളിക്യൂൾ, കാർബോഹൈഡ്രേറ്റ്, അതൊന്നും പറയാൻ പറ്റില്ല. ആൻ എൻസൈം ആണ് ആൻസർ എന്ന് പറയുന്നത്. 44, on which of the following properties does the coagulating power of an ion depend? നമുക്ക് ഓർത്തിരിക്കുക, ഹാർഡി-ഷെൽസ് റൂൾ ഓർത്ത് വെക്കുക. ശരിയല്ലേ? ഹാർഡി-ഷെൽസ് റൂൾ മനസ്സിൽ ഓർമ്മ വരണം. The magnitude of charge on the ion alone, size of the ion alone, both the magnitude and sign of the charge on the ion. അപ്പോൾ ഓർത്തിരിക്കുക, magnitude and sign of the charge of the ion എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൊയാഗുലേറ്റിംഗ് പവർ ഓഫ് അയോൺ എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ഓർത്ത് വെക്കുക? ഹാർഡി-ഷെൽസ് റൂൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. മനസ്സിലായാലും ഓപ്ഷൻ സി വരും. അടുത്ത 45, ദ കോമ്പൗണ്ട് CH3CCH3CH3Cl. അതിൻ്റെ IUPAC നെയിമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം IUPAC നെയിം നോക്കുകയാണെങ്കിൽ നമുക്ക് 1, 2, 3 ശരിയല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ 1 എന്താണ് പറയുന്നത്?
ടു ക്ലോറോ, സെക്കൻഡ് പൊസിഷനിൽ ക്ലോറോ ആണ് 2 ക്ലോറോ, പിന്നെ എന്താണ് 2 മീഥൈൽ അല്ലേ, 2 ക്ലോറോ 2 മീഥൈൽ എന്താണ് പ്രൊപ്പൈൻ, 2 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ ആണ് ഇതിൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി വരും, ഓപ്ഷൻ ബി ശരിയല്ലേ? യെസ്. അടുത്ത 46, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മാക്സിമം റിയാക്ടിവിറ്റി ടുവേർഡ്സ് HCN. HCN-ഉമായിട്ടുള്ള മാക്സിമം റിയാക്ടിവിറ്റി വരുന്ന, അപ്പം നമുക്കറിയാം ഈ പറഞ്ഞ CN- ആഡ് ചെയ്യുന്ന സമയത്ത് കാർബണൈൽ കാർബണാറ്റത്തിൽ എന്തുണ്ടാവണം? കാർബണൈൽ കാർബണാറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉണ്ടാവണം, ശരിയല്ലേ? അതെപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. ഈ ഇതാണ് CN- ആണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ആ സമയത്ത് അഡീഷൻ നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് എന്തുണ്ടാവണം? കാർബണൈൽ കാർബണാറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജിൻ്റെ ഡെൻസിറ്റി അവിടെ കൂടുതലായിരിക്കണം. നോക്കുക, ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാ കേസിലും കാർബണൈൽ കാർബണാറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? ഏത് ഗ്രൂപ്പാണ്? ഈ പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ? അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉണ്ട് എങ്കിൽ കാർബണൈൽ കാർബണാറ്റത്തിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും? കുറയ്ക്കും, ഡിക്രീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പറഞ്ഞ CN- അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലേ അവിടെ എന്തായിരിക്കും? പൊതുവേ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് ഈ പറഞ്ഞ HCHO കേസ് എടുക്കുന്ന സമയത്ത് കാർബണൈൽ കാർബണാറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. കാരണം അവിടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം. ശരി, അപ്പോൾ ഏറ്റവും നന്നായിട്ട് എന്താണ് HCN-ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം റിയാക്ടിവിറ്റി വരുന്നത് HCHO അല്ലേ, ഫോർമാൽഡിഹൈഡാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. 47, കൺസിഡർ ദ ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഫൈനൽ പ്രോഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന CH3 CH2 CH2 Br ആണ്, Br അല്ലേ? ഇതൊക്കെ നമ്മൾ എപ്പോഴും NCERT കാണുന്നതാണ്. മെഗ്നീഷ്യം ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. സോ ദ പ്രൊഡക്റ്റ് ഫോം ഈസ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. CH3 CH2 CH2 MgBr ശരിയല്ലേ? അതിനുശേഷം പിന്നീട് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ഫൈനലായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പിന്നെ CO2 ബാർ H3 ഹൈഡ്രോളിസിസ് ആണ്. സോ ദ പ്രൊഡക്റ്റ് ഫോം ഈസ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോളിസിസിലെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഞാൻ മെക്കാനിസം ഒന്നും എഴുതി സമയം കളയുന്നില്ല. ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, കാർബോക്സിലിക് ആസിഡ് പഠിച്ചിട്ടുള്ളതാണ്. CH3 CH2 CH2 COOH വരും. സോ ദ പ്രൊഡക്റ്റ് ഈസ് ഓപ്ഷൻ ഡി വരും, ഡി അല്ലേ? യെസ്. 48 ആണ് ക്വസ്റ്റ്യൻ നമ്പർ 48. ദ കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ ബോയിലിംഗ് പോയിന്റ് ഈസ് അല്ലേ? കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഈസ്. അപ്പോൾ ഇവിടെ ആദ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള അമീൻസ് കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പൈൽ അമീൻ കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പൈൽ അമീൻ വെച്ചാൽ സൈഡ് ചെയിനൊന്നും ഇല്ലാത്ത ആളാണ്. ഈതൈൽ മീതൈൽ അമീനുണ്ട്. ട്രൈമീതൈൽ അല്ലേ, ട്രൈമീതൈൽ അമീനുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, ഇതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള അമീൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എൻ പ്രൊപ്പൈൽ അമീനുണ്ട്, ഈതൈൽ മീതൈൽ അമീനുണ്ട്, ട്രൈമീതൈൽ അമീനുണ്ട്. അപ്പോൾ നമുക്കറിയാം, കാണുമ്പോഴേ തന്നെ അറിയാം, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ 2 ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടെ 3 ആൽക്കൈൽ ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് കൂടുക എന്ന് വെച്ചാൽ അവിടെ എന്ത് കൂടുക? ബ്രാഞ്ചിങ് കൂടുകയാണ്. ബ്രാഞ്ചിങ് കൂടുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അവിടെ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് എന്ന് പറയുന്ന ആരുടെ കേസിലായിരിക്കും? അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് ആണ് നമ്മൾ മെയിനായിട്ട് അവിടെ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ എന്താണ് ബ്രാഞ്ചിങ് കുറവുള്ളത് എൻ പ്രൊപ്പൈൽ അമീനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ എന്തുണ്ടാവും? ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ എൻ പ്രൊപ്പൈൽ അമീന്, പിന്നെ ഈതൈൽ മീതൈൽ അമീന്, പിന്നെ ട്രൈമീതൈൽ അമീൻ വരും, ശരിയല്ലേ? എൻ പ്രൊപ്പൈൽ അമീന്, ഈതൈൽ മീതൈൽ അമീൻ, ലാസ്റ്റ് ട്രൈമീതൈൽ അമീൻ. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് ദിയർ ബോയിലിംഗ് പോയിന്റ് ഈസ് എൻ പ്രൊപ്പൈൽ അമീൻ, ഈതൈൽ മീതൈൽ അമീൻ ആൻഡ് ട്രൈമീതൈൽ അമീൻ. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ അത് നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ അല്ലേ? നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ എന്ന് പറയുന്നത് നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. 2-മീഥൈൽ അല്ലേ, 1,3-ബ്യൂട്ടാഡൈൻ എന്ന് പറയുന്ന 2-മീഥൈൽ 1,3-ബ്യൂട്ടാഡൈൻ ആണ് നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ എന്ന് പറയുന്നത്. 2-മീഥൈൽ 1,3-ബ്യൂട്ടാഡൈൻ. അത് ക്ലോറോപ്രീൻ, പിന്നെന്താണ് കാപ്രോലാക്ടം, പിന്നെന്താണ് യൂറിയ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2-മീഥൈൽ 1,3-ബ്യൂട്ടാഡൈൻ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ ഇല്ല. ദറ്റ് ഈസ് നൺ ഓഫ് ദിസ് ആയിരിക്കും ആൻസറായിട്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് പറയാൻ പറ്റുക നൺ ഓഫ് ദിസ്. യെസ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദ 2 monosaccharides of sucrose are held together by glycosidic linkage between അല്ലേ? The 2 monosaccharides of sucrose are held together by glycosidic linkage between. അപ്പോൾ നമുക്കിതൊരു ഡയറക്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് സഡനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. The 2 monosaccharides of sucrose are held together by glycosidic linkage between. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് 2 ആൾക്കാരാണുള്ളത്. ഒന്ന് ആൽഫ ഡി ഗ്ലൂക്കോസും മറ്റത് ബീറ്റ ഡി ഫ്രക്ടോസ്. അപ്പോൾ ആക്ച്വലി ലിങ്കേജ് വരുന്നത് സ്ട്രക്ചർ ഞാൻ വരയ്ക്കുന്നില്ല.
ലിങ്കേജ് വരുന്നത് C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. C1 C2 ലിങ്കേജ് ആണ്. C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് C2 ഓഫ് ബീറ്റാ ഡി ഗ്ലൂക്കോസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ സോ ആൻസർ ഓപ്ഷൻ C തന്നെ വരും. C1 ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് C2 ഓഫ് ബീറ്റാ ഡി ഫ്രക്ടോസ് ആണ് വരുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഓർത്ത് വെച്ച് നമ്മൾ പഠിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയുടെ പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ക്ലിയർ?